വാട്ടേജ് കൂടിയെന്ന് വെച്ചാൽ വെട്ടം കൂടണമെന്നില്ല. അത് പലർക്കും ഇന്നുള്ളൊരു മിസ്കൺസെപ്ഷനാണ്. ഈ വാട്ടേജ് നമുക്ക് ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ ലൈറ്റ് കൂടുതൽ കിട്ടും എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അത് ഒരു ഓൾഡ് കോൺസെപ്റ്റാണ്. നമ്മുടെ ഈ പഴയ ഫ്ലൂറസൻ ലൈറ്റിംഗ് അല്ലെങ്കിൽ ഫിലമെൻറ്റ് ലാമ്പുകൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്പെസിഫിക്കേഷനാണ് 30 വാട്ടിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞാൽ 30 വാട്ടിൻ്റെ ഒരു ലൈറ്റ് ആയിരിക്കും അതിന് ഉണ്ടാവുകയുള്ളൂ. അത് ഏത് ബ്രാൻഡ് എടുത്താലും ആ ഒരു ലൈറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുക. എന്നാൽ LED വരുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഒരു LED എടുക്കുകയാണെങ്കിൽ 100 ലൂമൻ പെർ വാട്ട് മുതൽ അല്ലെങ്കിൽ ഒരു 75 ലൂമൻ പെർ വാട്ട് മുതൽ നമുക്ക് 250 ലൂമൻ പെർ വാട്ട് വരെയുള്ള LEDs ഇന്ന് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്പെസിഫിക്കേഷൻസിലും സെയിം ഒരു 36 വാട്ടിൻ്റെ ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് 20 വാട്ട് ലൈറ്റ് ആക്കി കുറച്ച് സെയിം ലൈറ്റ് ഔട്ട്പുട്ട് നമുക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് പവർ സേവ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന പല കമ്പനികളും ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ലൂമൻ്റെ LED യൂസ് ചെയ്തിട്ട് റേറ്റ് കുറയ്ക്കുക, അതോടൊപ്പം തന്നെ പവർ കൂട്ടി വയ്ക്കുക. അതാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകതരമായിട്ടുള്ളൊരു പവർ സേവിങ് അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. എന്നാൽ നമുക്ക് ഒരു 36 വാട്ട് ഇടുന്ന സ്ഥലത്ത് 20 വാട്ടിൻ്റെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നമുക്കൊരു സേവിങ് ഇതിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ് LEDസിൽ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് ഉള്ളത്. പല ലൂമൻ റേഞ്ചിലും വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് ലൈറ്റ് ഔട്ട്പുട്ട് കൂട്ടാനും അതോടൊപ്പം തന്നെ പവർ കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. സൺലിറ്റ് ഇന്ന് പലതരത്തിലുള്ള ലൈറ്റിംഗ് സൊല്യൂഷൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റമറിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള കൺസൾട്ടേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.